കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മൂന്ന് മുന്നണികളും അതിശക്തമായിട്ട് രംഗത്ത് നിൽക്കുകയാണ്. അരയും തലയും മുറുക്കി തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള വീറും വാശിയും അതുപോലെ തന്നെ മികച്ച സ്ഥാനാർത്ഥി നിർണയവുമാണ് മൂന്ന് മുന്നണികളും നടത്തിയിരിക്കുന്നത്. MLA സ്ഥാനത്തിരുന്നവർ പോലും കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തുന്നു. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായിരുന്നവർ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഒരു വാർഡ്, 101 വാർഡുകളിൽ ഒരു വാർഡ് കേരളത്തിലെ മുഴുവൻ പേർക്കും രാഷ്ട്രീയ കാര്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് മുട്ടട വാർഡ് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്നും അറിയുന്നുണ്ട്. ഈ അവസരത്തില് മൂന്ന് മുന്നണികളും മികച്ച രീതിയിൽ തന്നെ പ്രകടന പത്രികയുമായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. മൂന്ന് മുന്നണികളും മികച്ച വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് LDFും UDFും പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് തെരുവുനായി പ്രശ്നം, അതുപോലെ തന്നെ പ്രാദേശിക ടൂറിസം, അതുപോലെ മലയോര മേഖലകളിലെ പഞ്ചായത്തുകളിലും ഒക്കെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണം, ഇതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം. അതുപോലെ തന്നെ സംസ്ഥാനം LDF ഭരിക്കുന്നു. ആ LDFന്റെ ഭരണം വീണ്ടും തുടരും. അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും പ്രാദേശിക തലത്തിലേക്ക് കൂടി ഈ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി പഞ്ചായത്തുകൾക്ക് വികസനം ഉണ്ടാകും എന്ന തരത്തില് LDFന്റെ പ്രചാരണം മുറുകയും ചെയ്യുന്നു. UDFും ഇതേ തരത്തിൽ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് അതിശക്തമായിട്ട് രംഗത്ത് വരുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. LDFന് പരാജയം സംഭവിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അതിശക്തമാണ് എന്ന് മനസ്സിലാക്കാം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്നവർ പാർട്ടി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. UDF ഈ അവസരം മുതലെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് UDFന്റെ പ്രഗത്ഭന്മാർ തന്നെയാണ് ഓരോ ജില്ലകളിലും നേതൃത്വം കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് K. മുരളീധരനാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് VD സതീശൻ, അതുപോലെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ തന്നെ ചെന്നിത്തലയും K. സുധാകരനും ഒക്കെ നേതൃത്വം നൽകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ അതിന്റെ ആവേശം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതീതി ജനിപ്പിക്കുന്നമാറാണ് നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും. ഏതാണ്ട് 1 ലക്ഷത്തോളം സ്ഥാനാർത്ഥികളും 2.25 കോടി വോട്ടർമാരുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഇതിൽ നമുക്കറിയാം, കോർപ്പറേഷനിലെ ഇത് 6 കോർപ്പറേഷൻ ഉള്ളതിൽ ഒരിടത്ത് മാത്രമാണ് UDFന്റെ കയ്യിൽ ഭരണം നിൽക്കുന്നത്, ബാക്കി LDFന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് 12 ഇടങ്ങളിൽ LDF, 2 ഇടത്ത് മാത്രമാണ് UDF. 12 ഗ്രാമപഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റിയും NDAയുടെ കയ്യിലാണ്. അപ്പോൾ 3 മുന്നണികൾക്കും പ്രാദേശിക തലത്തിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ഈ 12 ഗ്രാമപഞ്ചായത്തുകൾ ഇനിയും വിപുലമാക്കുക എന്നുള്ള രീതിയിലാണ് NDAയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. 2 മുനിസിപ്പാലിറ്റികളിൽ നിന്ന് മികച്ച രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കണം. അതുപോലെ തന്നെ കോർപ്പറേഷൻ തിരുവനന്തപുരവും തൃശ്ശൂരും പിടിച്ചെടുക്കണം എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അതിനു വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നവുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും കൊല്ലത്തും കണ്ണൂരിലും കോർപ്പറേഷനുകളിൽ പ്രകടന പത്രിക ഇരു മുന്നണികളും പ്രകടമാക്കിയപ്പോൾ BJP തിരുവനന്തപുരത്ത് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രകടന പത്രിക എന്ന് പറയുന്നത്, ഈ BJP ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങളിൽ പ്രഖ്യാപനം നടത്തും എന്നാണ്. ഒന്ന് നോക്കുക, ഒരു പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരം നഗരത്തെ ഏത് തരത്തിൽ വികസിപ്പിക്കണം എന്നുള്ളത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്.
അതിന്റെ പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് NDA മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം അത് നിലനിർത്താനും അത് കൂടുതൽ വ്യാപിപ്പിക്കാനും വേണ്ടി തന്നെയാണ് BJPയുടെ ശ്രമം. അതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ 65-70 സീറ്റ് വരെ NDA നേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് 3 മുന്നണികളും അവരുടെ മേയർമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അത് ആദ്യമേ പ്രഖ്യാപിച്ചു. 2020 തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന കോൺഗ്രസ് മുരളീധരന് തന്നെ നേതൃത്വ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിനകത്തും താഴെ തട്ടിലുമൊക്കെ ഒരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എത്ര വോട്ടായി മാറി വിജയത്തിലെത്തും എന്നുള്ളത് നമുക്ക് 13-ാം തീയതി മാത്രമേ നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. ശബരിനാഥിനെ അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് ആദ്യം വിജയിച്ചു വന്ന G. കാർത്തികേയന്റെ പുത്രനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുകയും പിന്നീട് വിജയം നേടുകയും 2021 സ്റ്റീഫനോട് പരാജയപ്പെടുകയും ചെയ്ത ശബരിനാഥിന് ഇവിടെ തിരുവനന്തപുരത്ത് നഗരഹൃദയത്തില് കവടിയാർ വാർഡിലാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അവിടെ അതിശക്തമായ മത്സരമാണ് BJPയുമായിട്ട് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ജയിച്ചു വരികയും കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്താൽ ശബരിനാഥിനെ മേയറാക്കും എന്നുള്ള പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നതെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. ശ്രീലേഖയെ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാണിക്കുമ്പോൾ CPM പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദീപകിന്റെ പേരാണ്. അതിനെ ചൊല്ലി കടകംപള്ളിയും ശിവൻകുട്ടിയും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. ദീപകിനെ ഉയർത്തിക്കാട്ടുന്നതിൽ കടകംപള്ളിയും. എന്നാൽ അങ്ങനെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഒരിക്കലും CPM തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിക്കാറില്ല എന്ന് ശിവൻകുട്ടിയും പറയുന്നുണ്ട്. പക്ഷേ ദീപകിനെ തന്നെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും ഈ 3 പേരും മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അതിനോടൊപ്പമുള്ള പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തില് BJPക്ക് അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കുറിക്കാൻ സാധ്യതയുള്ള ഇടമായിട്ട് തിരുവനന്തപുരം മാറുന്നു. അങ്ങനെ നേടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം പ്രത്യേകമായിട്ട് നിരീക്ഷണത്തിലിരിക്കുന്ന ഒന്നാണ് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരുമാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിരീക്ഷണമാണുള്ളത്. ഈ 2 കോർപ്പറേഷനുകളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് 2024 സുരേഷ് ഗോപി നേടിയ വിജയം നിലനിർത്തുക, അത് ആവർത്തിക്കുക, അതിലൂടെ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ നേട്ടം ഉണ്ടാക്കുക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് 4 നിയമസഭാ സീറ്റ് നേടുന്നു, തൃശ്ശൂരിൽ നിന്ന് 4 നിയമസഭാ സീറ്റ്, അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ പലയിടങ്ങളിലും നേട്ടമുണ്ടാക്കിയിട്ടുള്ള ചാത്തന്നൂരും മഞ്ചേശ്വരവും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ കായംകുളവും ഒക്കെ തന്നെ BJP ഉന്നം വെക്കുന്ന ഇടം തന്നെയാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ 2025 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അതിശക്തമായ വാശിയേറിയ മത്സരമാണ് കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 26 വീണ്ടും പ്രതിപക്ഷത്തേക്ക് തന്നെ ചുരുങ്ങേണ്ടി വരും എന്നാണ് കോൺഗ്രസിന്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് ഇവർ അതിശക്തമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ BJPയുടെ സാന്നിധ്യം എത്രത്തോളം കോൺഗ്രസിന് മുന്നേറാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.